ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു കായീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനുമായി തീർന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് വഴിപാട് കൊടുത്തു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് നൽകുന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാറെ യഹോവ കായീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കും. അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. എന്നാറെ കായീൻ തന്റെ അനുജനായ ഹാബേലിനോട്, നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കായീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കായീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്നവൻ പറഞ്ഞു. അതിനവൻ അരുൾ ചെയ്തത്, നീ എന്തു ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാനായി തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തന്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴന്നെറിയുന്നവനാകും. കായീൻ യഹോവയോട്, എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ചു ഭൂമിയിൽ ഉഴന്നലിയുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കായീനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടുമെന്ന് അരുൾ ചെയ്തു. കായീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനോട് അടയാളം വെച്ചു. അങ്ങനെ കായീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദനു കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കായീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു. മെഹൂയേൽ മെഥൂശയേലിനെ ജനിപ്പിച്ചു. മെഥൂശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേര്. ആദ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവന്റെ സഹോദരന് യൂബാൽ എന്നു പേര്. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തൂബൽ കയീനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങൾ തീർക്കുന്നവനായിരുന്നു. തൂബൽ കയീന്റെ പെങ്ങൾ നയമ. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദായും സില്ലായും ആയുള്ളവരെ, എന്റെ വാക്കു കേൾക്കൂ. ലാമേക്കിൻ ഭാര്യമാരെ, എന്റെ വചനത്തിന് ചെവി തരുന്നു. എന്റെ മുറിവിനു പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരുക്കിനു പകരം ഒരു യുവാവിനെയും കൊന്നു. കായീനു വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെന്ന് ലാമേക്കിനു വേണ്ടി 77 ഇരട്ടി പകരം ചെയ്തു. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. കായീൻ കൊന്ന ഹാബേലിനു പകരം